Dr. Paul B. Matthew, The Habit Builder. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാമോ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പലരുടെയും ജോലി നഷ്ടപ്പെടുന്നു, റിലേഷൻഷിപ്പ് സ്പോയിലാകുന്നു, സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇങ്ങനെ പല ദുരന്തങ്ങളും നല്ലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഒരു പ്രത്യേക ഹാബിറ്റാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാരണങ്ങൾക്കും പിന്നിൽ എന്ന് പറയുന്നത്. അതിന് ദ യൂണിവേഴ്സൽ ലോ ആയിട്ടുള്ള കോസ് ആൻഡ് എഫക്റ്റ് അല്ലെങ്കിൽ കാര്യകാരണ നിയമം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദ മാൻ തിങ്കത്ത് എന്ന പുസ്തകം ജെയിംസ് അലൻ പറയുന്നത് ഇങ്ങനെയാണ്: നാം എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം നാം തന്നെയാണ്. നമുക്ക് ആരോഗ്യം വരുന്നതും നന്മ വരുന്നതും നഷ്ടം വരുന്നതും റിലേഷൻഷിപ്പ് സ്പോയിലാകുന്നതുമെല്ലാം നാം ചിന്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഒരു ദിവസം ഏകദേശം 60,000 മുതൽ 70,000 ചിന്തകളാണ് മനുഷ്യ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഈ 60,000 മുതൽ 70,000 ചിന്തകളിൽ 90% നെഗറ്റീവാണെന്ന് മനസ്സിലാക്കുക. അധികം ആളുകൾ ദുരിതത്തിലേക്ക് പോകുവാനും വീഴ്ചയും താഴ്ചയും ഉണ്ടാകുവാനുള്ള കാരണം ഈ ചിന്തകളാണ്. നെഗറ്റീവായിട്ടുള്ള, തെറ്റായിട്ടുള്ള, മോശമായിട്ടുള്ള, നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെ നാം എൻ്റർടൈൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ജെയിംസ് അലൻ പറയുന്നത് ദ മാൻ തിങ്കത്ത്, നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് സംഭവിക്കും. യു ആർ വാട്ട് യു തിങ്ക്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. ധാരാളം പുസ്തകങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, ഇന്ന് പറയുന്ന വിഷയം ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ആണ്. ശക്തന്മാരുടെ ഹാബിറ്റാണ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയുക എന്നുള്ളത് ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുന്ന ഒന്നാണ്. ജോസഫ് മർഫിയുടെ പുസ്തകമാണ് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന പുസ്തകം എഴുതിയ ആളാണ് നോർമൻ വിൻസെൻ്റ് പെയിൽ. ഇതെല്ലാം പറയുന്നത് ശക്തമായ ചിന്തകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുമെന്നാണ്. നമ്മുടെ ബ്രെയിൻ പൊതുവായി ഡള്ളായിട്ടുള്ള, നെഗറ്റീവായി ചിന്തിക്കുന്ന ഒന്നാണ്. ഓട്ടോ പൈലറ്റായി നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരാളാണ് നമ്മുടെ ബ്രെയിൻ എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെ പോസിറ്റീവായ ചിന്തകൾ കൊണ്ടുവരണമെങ്കിൽ, പോസിറ്റീവായ തോട്ട് കൊണ്ടുവരണമെങ്കിൽ മനഃപൂർവ്വമായ ശ്രമം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതിനാണ് അഫർമേഷൻ എന്നും പോസിറ്റീവ് തിങ്കിങ് എന്നും പോസിറ്റീവ് അഫർമേഷൻ എന്നും വിഷ്വലൈസേഷൻ എന്നെല്ലാം പറയുന്നത്. നാം മനഃപൂർവ്വമായി ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ നന്മ വരുന്നതും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. എസ് ജെ സ്കോട്ട് ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിദഗ്ധമായും വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ ചിന്തകൾ എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന്. എപ്പോഴും നാം ആവലാതിപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് ജീവിതത്തിൽ എന്ത് സംഭവിക്കും, നഷ്ടം വരുമോ, രോഗം വരുമോ, വീഴ്ച വരുമോ തുടങ്ങിയതായി ചിന്തിക്കുന്നെങ്കിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെയാണ് നമുക്ക് ഓരോ നിമിഷവും പോസിറ്റീവായി ചിന്തിക്കുവാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ പോസിറ്റീവായി കൊണ്ടുവരുവാൻ സാധിക്കുന്നത്? നിങ്ങൾ പോസിറ്റിവിറ്റി പറയുന്നുവെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരും നിങ്ങളെ ഇഷ്ടപ്പെടും, അവരും പോസിറ്റീവാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നെഗറ്റീവാണെങ്കിൽ നിങ്ങളെ ആളുകൾ വെറുക്കുകയും നിങ്ങളെ ആളുകൾ ഒഴിവാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ശക്തന്മാരുടെ ഹാബിറ്റാണ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഡാരിയസ് ഫോറക്സിൻ്റെ പുസ്തകമാണ് തിങ്ക് സ്ട്രെയിറ്റ്. ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായി ചിന്തിക്കുക. ഡെയിൽ കാർണിഗിയുടെ പുസ്തകമാണ് ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. നമ്മുടെ ചെറിയ ജീവിതം മുഴുവൻ ദുഃഖത്തിലും നിരാശയിലും ആശയക്കുഴപ്പത്തിലും ഉത്കണ്ഠയിലുമാണ് ജീവിക്കുന്നത്. എന്നാൽ ഡെയിൽ കാർണിഗി പറയുകയാണ് സ്റ്റോപ്പ് വറിയിങ്, സ്റ്റാർട്ട് ലിവിങ്. യഥാർത്ഥത്തിൽ ജീവിക്കണമെങ്കിൽ നന്മ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്, സന്തോഷത്തെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. റോണ്ട ബെൻ വളരെ പ്രശസ്തിയായ എഴുത്തുകാരിയാണ്. ദ സീക്രട്ട് എന്ന പുസ്തകം എഴുതിയത് റോണ്ട ബെന്നാണ്. അതിന് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. തീർച്ചയായും മനസ്സിലാക്കുക, ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ മണിക്കൂറും ചിന്തിക്കുക, ഞാൻ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നന്മയാണോ തിന്മയാണോ? അഹങ്കാരമാണോ അസൂയയാണോ? നാം ചിന്തിക്കുന്ന നമ്മുടെ ജീവിതം സംഭവിക്കുന്നെന്ന് നാം തിരിച്ചറിയുന്നുവെങ്കിൽ നാം എപ്രകാരമായിരിക്കും ചിന്തിക്കുക, അതുപോലെ ഇന്നു മുതൽ ചിന്തിച്ചു തുടങ്ങുക. നിങ്ങളുടെ ജീവിതം മാറട്ടെ. ഇറ്റ് ഈസ് ഡോക്ടർ പോൾ ബി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ, സൈനിങ് ഓഫ്.